നമ്മുടെ എല്ലാം വേദനയാണ് ഇപ്പോഴും. വയനാട് സൈന്യം മടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കരസേന എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തെരച്ചിൽ സംഘവും ഒക്കെ ആ ദൗത്യമേഖലയിൽ ഇനിയും ഉണ്ടാകും. അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരുടെ കൂട്ട സംസ്കാരം ഇന്നും നടന്നു. 7 ശരീരഭാഗങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു. സജോ ദേവസിയുമൊപ്പം സുർജിത് അയ്യപ്പത്തും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സജോ ദേവസിയിലേക്കാണ്. സജോ, ഇന്നും പുത്തുമലയിൽ കൂട്ട സംസ്കാരം നടന്ന ദിവസമാണല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സജോ? ഉന്മേഷ്, 5-ാം ദിനവും വയനാട് പുത്തുമലയിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവരെയാണ് പുത്തുമലയിൽ സംസ്കരിച്ചത്. പ്രത്യേകമായി ഏറ്റെടുത്ത പൊതു ശ്മശാനമാണ്. ഇതുവരെ കണക്കാക്കിയാൽ 186 ശരീരഭാഗങ്ങളും 40 മൃതദേഹങ്ങളുമാണ് ഇതിനകം സംസ്കരിച്ചിരിക്കുന്നത്. ഇന്ന് ആ 6 ശരീരഭാഗങ്ങളും ഒരു മൃതദേഹം എന്ന് വിളിക്കാൻ കഴിയുന്ന ശരീരഭാഗങ്ങളും കൂടിയാണ് ഇന്ന് സംസ്കരിച്ചത്. അങ്ങനെ വരുമ്പോൾ അതൊരു നമ്മുടെ കേരളത്തിൻ്റെ ആകെ വേദനയായി മാറുന്നൊരു ഭൂമികയാണ്. അങ്ങോട്ടേക്ക് ഇനിയും ശരീരഭാഗങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ അവയെല്ലാം ഇവിടെ തന്നെ സംസ്കരിക്കേണ്ടി വരും. ഇത്രയധികം സംസ്കാരങ്ങൾ നമുക്ക് അവിടെ നടത്തേണ്ടി വന്നു എന്നതാണ് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം. പക്ഷേ അപ്പോഴും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ബാക്കിപത്രമാണ് യഥാർത്ഥത്തിൽ പുത്തുമലയിൽ HML പ്ലാന്റേഷനിൽ നിന്ന് ഏറ്റെടുത്ത 1 ഏക്കറിലധികം വരുന്ന ഭൂമിയിലാണ് ഈ ശ്മശാനം ഒരുക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ സാധ്യത എന്ന നിലയ്ക്ക് DNA സാമ്പിൾ പരിശോധന, അതിൻ്റെ തുടർച്ചയായി ആരെങ്കിലും ഉറ്റവരെ തേടി അവരെ ഈ തിരിച്ചറിയാതെ പോയ ആളുകളിൽ ആരെങ്കിലും തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്നറിയാനുള്ളൊരു സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ കുറെ കൂടി മെച്ചപ്പെട്ട സാധ്യതയിലേക്ക് ആളുകൾക്ക്, അതായത് ഈ കാണാതായവരുടെ മരിച്ചവരുടെയൊക്കെ ബന്ധുക്കൾക്ക്, അതിൽ തിരിച്ചറിയപ്പെടാതെ പോയ ആളുകൾ, അതിൽ പലരും കാണാതെ പോയിട്ടുണ്ട്, അവരാരെങ്കിലും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത്തരം ഒരുപാട് അന്വേഷണങ്ങൾ, എൻക്വയറികൾ ഇതിനകം വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം വളരെ വേഗത്തിൽ തന്നെ, അതായത് മിക്കവാറും എല്ലാ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. അവയെല്ലാം കൃത്യമായി നമ്പറുകൾ രേഖപ്പെടുത്തിയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. കുഴിമാടത്തിൽ വെച്ചിരിക്കുന്ന കല്ലുകളിൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കി വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അത് കുഴിമാടത്തിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. ധാരാളം എൻക്വയറികൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്നവരുടെ മറ്റു പല ദേശങ്ങളിലുമുള്ള ആളുകളും അടക്കം അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു സാധ്യതയെ പറ്റിയുള്ള അന്വേഷണം നടത്തുന്നു. അത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതരുമായും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടാം. ജില്ലാ ഭരണകൂടമോ ആരോഗ്യവകുപ്പാണ്, നേരിട്ട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടാലും മതിയാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ DNA പരിശോധനയിലേക്ക് പോകാം. ആ സാമ്പിളുകളുമായി ഒത്തുപോവുകയാണെങ്കിൽ അവർക്ക് തിരിച്ചറിയാം എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നത് തിരിച്ചറിയാൻ കഴിയും. ഇനിയും അങ്ങോട്ടേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസറോടും പഞ്ചായത്ത് അധികൃതരോടും ഒക്കെ സംസാരിച്ചപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് കൂടുതൽ പേരെ നമുക്ക് അടക്കം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ജനകീയ തിരച്ചിലിലേക്ക് കടക്കുന്നു. അപ്പോൾ കൂടുതൽ ആളുകളെയൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ തിരിച്ചറിയാനുള്ള സാധ്യത അപ്പോഴും ഒന്നും അവശേഷിക്കുന്നില്ല. അത് കേരളത്തിൻ്റെ ആകെ, നമ്മുടെ നാടിൻ്റെ ആകെ ഒരു വേദനയായി ആ ശ്മശാനം എന്നത് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ അവശേഷിപ്പായി തുടരുകയാണ്. അത് ഇനിയും അങ്ങോട്ടേക്ക്, ഇന്ന് 5-ാം ദിനമാണ്, ഇനിയും തുടരുമെന്നതാണ് സങ്കടകരമായ മറ്റൊരു യാഥാർത്ഥ്യം. ഉന്മേഷ്, നമ്മൾ സുർജിത് അയ്യപ്പത്തിലേക്ക് കൂടി പോവുകയാണ്. വയനാട്ടിൽ നിന്നാണ് സുർജിത്ത് ചേരുന്നത്. സൈന്യം മടങ്ങി എന്നത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നത്തെ തിരച്ചിലിൻ്റെ അടക്കം വിശദാംശങ്ങൾ സുർജിത്ത് നൽകും. സുർജിത്ത്, ഇന്നത്തെ തിരച്ചിലിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നാളെ ജനകീയ തിരച്ചിലുള്ള ദിവസം കൂടിയാണല്ലോ. മറ്റന്നാളാണെങ്കിൽ പ്രധാനമന്ത്രി എത്തുക കൂടി ചെയ്യുന്നുണ്ട് ദുരന്തബാധിത മേഖലയിൽ. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി അവസാനിപ്പിച്ചിരുന്നു. കാരണം കനത്ത മഴ ഉച്ചയ്ക്ക് ശേഷം ഈ മേഖലയിൽ പെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ബെയിലി പാലത്തിന് മുകളിലാണ്. ഇവിടെ ഉൾപ്പെടെ ശക്തമായ രീതിയിലുള്ള മഴയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ JCBയും ഹിറ്റാച്ചിയും മറ്റു യന്ത്രഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചത്. അത് ഉച്ചയോടുകൂടി കഴിഞ്ഞു. ഇനി നാളെ നടക്കുന്ന ജനകീയ തെരച്ചിലിലേക്കാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അതായത് ദുരന്തത്തെ അതിജീവിച്ച ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണിത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് സർക്കാർ എത്തുന്നത് അവരെ കൂടി വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ജനകീയ തിരച്ചിലിന് രൂപം നൽകുന്നത്. അത് പ്രധാനമായും നടക്കുന്നത് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമല പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ നടക്കുന്നത്. ആ മേഖലയിൽ വീടുകളുണ്ടായിരുന്ന ആളുകൾ, ബന്ധുക്കൾ നഷ്ടപ്പെട്ട ആളുകൾ, ഇവരെല്ലാം തന്നെ ക്യാമ്പുകളിലാണ്. ഇവരെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിലിനാണ് നാളെ രൂപം നൽകിയിരിക്കുന്നത്. അതിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഉദ്യോഗസ്ഥർ, NDRFും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, അതോടൊപ്പം ഇവിടുത്തെ ഈ മേഖലയിലെ ജനങ്ങൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ടുള്ള കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു തിരച്ചിലാകുമത്. അതോടുകൂടി ഈ തിരച്ചിലിന്റെ ഘട്ടം അവസാനിപ്പിച്ചേക്കും എന്നുള്ള തരത്തിലുള്ള സൂചന കൂടിയുണ്ട്. ഇവരെ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏവരും ഉറ്റുനോക്കുന്നത് മറ്റന്നാൾ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച്
ഇവിടെ വലിയ രീതിയിലുള്ള ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ആവശ്യകത ഉണ്ട്. അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഇത്രയ്ക്കധികം ആളുകൾ മരിച്ച, കാണാതായ ഇങ്ങനെ ഒരു അപകടം ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ അപൂർവതയാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഗണ്യമായ രീതിയിലുള്ളൊരു സഹായം സർക്കാരിന് ലഭിക്കും, സർക്കാരിന് സംസ്ഥാനത്തിന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരും പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. SPG സംഘം ഇന്ന് രാവിലെ ഈ മേഖലയിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഗണ്യമായ ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യകത വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നതോടുകൂടി അത്തരത്തിലൊരു ദേശീയ ദുരന്ത പ്രഖ്യാപനവും സ്വാഭാവികമായും വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിനെ അവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകളിലെ സ്ഥിതി എല്ലാവരും ഈ ദുരന്തത്തെ അതിജീവിക്കാനായ ആളുകൾക്ക് അവർക്ക് ഇനിയുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകണം. അതിൽ പ്രധാനമായും വാടക വീട് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ആളുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ലഭ്യതയുടെ പ്രശ്നം കൂടിയുണ്ട്. ആര് വാടക കൊടുക്കുമെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയും പല ഘട്ടങ്ങളിലും പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട്. പലയിടങ്ങളിലും അത്തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമ്പലവയൽ പോലുള്ള പട്ടണത്തിൽ തന്നെ ധാരാളം ക്വാർട്ടേഴ്സുകളുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാൽ അത്തരത്തിലുള്ള ഇടങ്ങളിൽ ഇവർക്ക് താൽക്കാലികമായ താമസം ഒരുക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ വേഗത്തിൽ കടക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ ഉപസമിതി ഇവിടെ തുടരുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് വരുന്നുമുണ്ട്. രേഖകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്നവർക്ക് രേഖകൾ നൽകാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ നടക്കാൻ പോകുന്ന ജനകീയ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ ഈ മന്ത്രി തന്നെ അറിയിക്കുന്നുണ്ടല്ലോ ശ്രുജിത്ത്. പോലീസ് NDRF ഉൾപ്പെടെ ഉണ്ടാകും ഈ സംഘത്തിന്റെ ഭാഗമായി. ക്യാമ്പിൽ കഴിയുന്ന 190 പേർ അവർ ഈ ദുരന്തമുഖത്തുണ്ടായിരുന്നവരാണ്. അവർ ഈ തിരച്ചിലിൽ പങ്കെടുക്കും. മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം ആ മേഖലകളിലൊക്കെ അത്തരത്തിൽ ജനകീയ തിരച്ചിൽ നടക്കുമെന്നാണല്ലോ ഇപ്പോൾ മന്ത്രിതല സംഘവും അറിയിക്കുന്നത്. അവരുടെ വാർത്താ സമ്മേളനം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ ശ്രുജിത്ത്. തീർച്ചയായും ഉന്മേഷ, അതായത് ഏറ്റവും കൂടുതൽ ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ, ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസുകൾ ഉള്ള മേഖല എന്ന് പറയുന്നത് ഈ പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കൈക്കും ഇടയിലുള്ള ഭൂപ്രദേശത്താണ്. അതായത് ഇതിൻ്റെ താഴെ ചൂരൽമലയ്ക്ക് തൊട്ട് മുകളിലാണ് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള മാൻ മിസ്സിംഗ് ഉണ്ടായിട്ടുള്ളത്. അവരെയെല്ലാം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ ലഭിച്ചത് ഏതാണ്ട് ഇവിടെ നിന്നും ഒരുപാട് ദൂരം ഒഴുകിയെത്തുന്ന ചാലിയാറിലാണ് മൃതദേഹങ്ങൾ വലിയ അളവിൽ ലഭിച്ചത്. അത് ഇവിടെ നിന്നും അതായത് ഇവിടെ നിന്നും ഒലിച്ചുപോയ മൃതദേഹങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അത് മുണ്ടക്കൈ, അതോടൊപ്പം പുഞ്ചിരിമട്ടം, ചൂരൽമല ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ആകും പൂർണ്ണമായും തിരച്ചിൽ നടക്കുക. അതിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുക. അതായത് ഈ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഇനിയും കണ്ടെത്താത്ത ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ബന്ധുക്കളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ ഒരു യന്ത്രസഹായത്തോടു കൂടിയുള്ള തിരച്ചിലിനാകും നാളെ നേതൃത്വം നൽകുക. അതിൽ NDRF ഉണ്ടാകും, ഫയർഫോഴ്സ് ഉണ്ടാകും, പോലീസ് ഉണ്ടാകും, സന്നദ്ധ പ്രവർത്തകരുണ്ടാകും. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന ഒരു തെരച്ചിലാണ് നാളെ നടക്കുക. അത് നാളെ വൈകിട്ട് വരെ നീളും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനകത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഇനി തെരച്ചിൽ കണ്ടെത്താൻ ആകുന്ന ആളുകളെ പരമാവധി കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. ഇതനുസരിച്ച് ഈ ജനകീയ തെരച്ചിലിന്റെ സമയം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സുജിത്ത്, ഈ ജനകീയ തെരച്ചിലിന്റെ സമയക്രമം ഇങ്ങനെയാണ്. നാളെ രാവിലെ 6 മണി മുതൽ 11 മണി വരെ എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി അടുത്ത ദിവസം വരുന്നുണ്ടല്ലോ. അപ്പോൾ സുരക്ഷാ പരിശോധന നടക്കേണ്ടതുണ്ട്. അത് കാരണം ഈ ജനകീയ തെരച്ചിലിന് ഒരു സമയപരിധി വെച്ചതായി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് സുജിത്ത്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായാണ് കൂടുതൽ യന്ത്രങ്ങളെല്ലാം തന്നെ ചൂരൽമലയിൽ നിന്ന് മുകളിലേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എത്തിച്ചിട്ടുണ്ട്. അത് വലിയ അളവിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്ന പ്രദേശം പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കൈ നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു, സ്കൂൾ റോഡ് ആ മേഖല കേന്ദ്രീകരിച്ച് പാടികളടക്കം ഉണ്ടായിരുന്നു. ധാരാളം പാടികൾ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഒലിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ പ്രധാനമായും തിരച്ചിൽ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. മാത്രമല്ല തൊട്ടു താഴെ ഈ ചൂരൽ
ചൂരൽമല അടക്കമുള്ള പ്രദേശം, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തടക്കം ഇങ്ങനെ തെരച്ചിൽ നടത്താനാണ്. കൂടുതൽ ഹിറ്റാച്ചികൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ, JCBകൾ ഇതെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും 11 മണി വരെ, രാവിലെ 6 മണിക്ക് തുടങ്ങി 11 മണിയോടെ തിരച്ചിൽ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ഇതോടുകൂടി ആളുകളെ സംബന്ധിച്ച് ആളുകൾക്കൊരു വിശ്വാസ്യത ഉണ്ടാക്കുക, ആളുകൾക്ക് ഒരു ബോധ്യപ്പെടുത്തൽ ഉണ്ടാക്കുക, ഈ സർക്കാരിൻ്റെ ഇടപെടൽ എത്രമാത്രം ഉണ്ടായിരുന്നു അത് ചൂണ്ടിക്കാട്ടുക എന്നുള്ള തരത്തിലുള്ള ദൗത്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിലെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ ചുരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തുകയാണെങ്കിൽ നേരിട്ട് തന്നെ ബോധ്യപ്പെടും പ്രധാനമന്ത്രിക്ക് എത്രമാത്രം രൂക്ഷമായ കെടുതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, എത്രമാത്രം വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലാകും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ കരുതുന്നത്. മാത്രമല്ല, സ്വാഭാവികമായും ഈ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. വയനാടിനെ പുനർനിർമ്മിക്കുക, ഈ മേഖലയെ പുനർനിർമ്മിക്കുക എന്നുള്ളത് വലിയ ഘട്ടമാണ്. ആ ഘട്ടത്തെ അതിജീവിക്കാൻ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് പ്രധാനമന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും സ്വാഭാവികമായും കൂടുതൽ സാമ്പത്തിക സഹായം ഈ മേഖലയിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ളത് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നാളെ ജനകീയ തെരച്ചിലാണ് ദുരന്ത മേഖലയിൽ നടക്കാൻ പോകുന്നത്. രാവിലെ 6 മണി മുതൽ 11 മണി വരെ ഈ തെരച്ചിൽ നടക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മറ്റന്നാളാണ്. അതിന്റെ സുരക്ഷാ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കേണ്ടത് കൊണ്ടാണ് ഇത്തരമൊരു സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് മന്ത്രിമാർ വാർത്താസമ്മേളനത്തിൽ അല്പസമയം മുൻപ് അറിയിച്ചത്. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രി വരട്ടെ, കേന്ദ്ര സംഘം എത്തട്ടെ, അങ്ങനെ അത് അവരെത്തി ആ ദുരന്തം നേരിട്ട് അവർക്ക് ബോധ്യപ്പെടട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ള തരത്തിൽ പ്രേക്ഷകരൊക്കെ നമ്മോടിപ്പോൾ പ്രതികരിക്കുന്നുണ്ട് യൂട്യൂബിൽ.